ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷമുള്ള വികാരത്തള്ളിച്ചയിലായിരുന്നു 1984 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എന്നാൽ ആ വികാരത്തെ പൂർണ്ണമായും പ്രതിരോധിച്ചത് ആന്ധ്രാപ്രദേശിൽ NT രാമറാവു ആണ്. തെലുങ്കന്റെ അഭിമാനമുയർത്തിപ്പിടിച്ച പോരാട്ടത്തിൽ കോൺഗ്രസ് ആന്ധ്രയിൽ കടപുഴകി. അഴിമതിക്കെതിരെ അബ്രപാളിയിൽ നിന്നും NT രാമറാവു ഇറങ്ങി വന്നു. 1982 തെലുഗുദേശം പാർട്ടി, 1983 തെരഞ്ഞെടുപ്പിൽ NTR അധികാരത്തിലേറി. 294 202 സീറ്റുമായി ആന്ധ്രയിലെ ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രി. 1984 ആഗസ്റ്റ് 15 ആന്ധ്ര ശരിക്കും കരിദിനം ആചരിച്ചു. അമേരിക്കയിൽ ശസ്ത്രക്രിയയ്ക്ക് പോയ രാമറാവുവിനെ ഒഴിവാക്കി അദ്ദേഹത്തിന്റെ ധനമന്ത്രി ഭാസ്കർ റാവുവിനെ ഗവർണർ രാംലാൽ കോൺഗ്രസ് പിന്തുണയോടെ മുഖ്യമന്ത്രിയാക്കി. ആന്ധ്ര ജനത ഇളകി മറിഞ്ഞു. സെപ്റ്റംബറിൽ തിരിച്ചെത്തിയ രാമറാവു ഗവർണർക്ക് മുന്നിൽ ഭൂരിപക്ഷം തെളിയിച്ചു. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല. വൈകാതെ ഇന്ദിരാവധം, തുടർന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പും. ആ തിരഞ്ഞെടുപ്പിൽ 31 സീറ്റുമായി തെലുഗുദേശം ആന്ധ്ര പിടിച്ചടക്കി. TDP ലോക്സഭയിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയാവുന്ന ആദ്യത്തെ പ്രാദേശിക പാർട്ടിയുമായി.